അദ്ദേഹം പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പാണ്. കാരണം ലോക്സഭയിൽ ഇനി മത്സരിക്കാൻ പോകുമ്പോൾ ഒരു മൂന്നാം സീറ്റ് കിട്ടുമോ എന്ന് ലീഗിന് ഒരു നോട്ടമുണ്ട്. പല ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇത്തവണയും ലോക്സഭയിൽ കഴിഞ്ഞ കാലങ്ങളായി ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്, പൊന്നാനിയും മലപ്പുറവും. മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നൊരു വാർത്തയാണ്. ഇത്തവണ ആ ആവശ്യം മുറുകുമോ, അല്ലെങ്കിൽ ആ ഡിമാൻഡ് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ലീഗിന് കഴിയുമോ എന്നതൊക്കെയുള്ളതാണ് ഇനി അറിയാനുള്ളൊരു കാര്യം. UDF-നകത്ത് അത്തരം ഉഭയകക്ഷി ചർച്ചകൾ, കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുമ്പ് ജോസഫ് ഗ്രൂപ്പുമായി നടത്തിക്കഴിഞ്ഞു. കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനൊരു ആലോചന നടക്കുമ്പോൾ ലീഗിൻ്റെ മൂന്നാം സീറ്റ് എന്ന പ്രശ്നം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നാണ് ആ ഉഭയകക്ഷി ചർച്ച നടക്കുക എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ വിവരം. അനുരാഗ് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അനുരാഗ്, ലീഗ് മൂന്നാം സീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഒരു മനസ്സിലിരിപ്പ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് നിലവിൽ സിറ്റിംഗ് MP. അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സരിക്കുന്നില്ല എന്ന് വന്നാൽ ആ സീറ്റ് ക്ലെയിം ചെയ്യാനാണോ ലീഗിൻ്റെ നീക്കം? തീർച്ചയായും മൂന്നാം സീറ്റിന് വേണ്ടി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പല രീതിയിൽ വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ഔദ്യോഗികമായി ഇവർ ആവശ്യപ്പെടട്ടെ, അപ്പോൾ തീരുമാനിക്കാമെന്നുള്ള ഒരു സമീപനമാണ്. അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനോ പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ആ തരത്തിൽ തന്നെയാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ച ലീഗുമായി നടക്കുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുക. അവിടെ കൃത്യമായി തന്നെ മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ലീഗ് ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ എന്ത് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിനൊപ്പം തന്നെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് ആവശ്യപ്പെടാൻ അത് ഒരു പ്രഥമ പരിഗണന കൊടുക്കാൻ തന്നെയാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് പ്രധാനമായും ചർച്ചയായി വരും. ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ ജോസഫ് വിഭാഗവുമായും ജേക്കബ് വിഭാഗവുമായും RSPയുമായും ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ജോസഫ് വിഭാഗം കോട്ടയം സീറ്റിനായുള്ള സമ്മർദ്ദം നേരത്തെ ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ച കഴിഞ്ഞ് ജോസഫ് പ്രതികരിക്കുകയും PJ ജോസഫ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തങ്ങൾക്ക് കോട്ടയം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് തന്നെയാണ്, കോൺഗ്രസിന് വിട്ടു നൽകില്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഹസനും പ്രതികരിച്ചു. അതിൽ പ്രഥമ ചർച്ച മാത്രമാണ്, പ്രാഥമിക ഘട്ടമായിട്ടുള്ള ചർച്ച മാത്രമാണ് നടന്നത്. അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പ്രാദേശിക തലത്തിൽ കൂടി ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ജോസഫ് വിഭാഗത്തിൽ അവിടെ ജയിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ ഉള്ള ഒരു ആക്ഷേപം. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നേതൃതലത്തിൽ ഒരു ഇത്തരത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ അവിടെ ഈ ഒരു ആവശ്യം പ്രാദേശിക തലത്തിൽ ഉന്നയിക്കാം എന്നുള്ളതായിരുന്നു അവിടെയുള്ള കോട്ടയത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു നീക്കം. എന്തായാലും അവിടെ പല രീതിയിലുള്ള പടലപ്പിണക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊപ്പം ജോസഫ് വിഭാഗത്തിന് ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ തന്നെ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും മുൻപ് തന്നെ ഈ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു അതൃപ്തിയുണ്ട്. ഇത്തരത്തിലുള്ള അതൃപ്തികളും പടലപ്പിണക്കങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ലീഗുമായി ഉള്ള ഉഭയകക്ഷി ചർച്ച ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന് ശേഷമായിരിക്കും കണ്ടോൺമെന്റ് ഹൗസിൽ നടക്കുക. അവിടെ കൃത്യമായി തന്നെ ഈ ഒരു മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ചെലുത്തും. അതിനൊപ്പം ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ല എങ്കിൽ അവിടെ ആയിരിക്കും ആ സീറ്റിന് വേണ്ടിയായിരിക്കും ഒരു പ്രഥമ പരിഗണന അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം കൂടുതലായി ചെലുത്തുക ഈ വയനാട് സീറ്റിന് വേണ്ടിയായിരിക്കും. ശരി, അനുരാഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഒരു മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള ക്ലെയിം, അവകാശവാദം കൂടുതൽ ശക്തമാക്കുക എന്ന നിലയിലാണ് ലീഗ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുക. ഏതായാലും മൂന്നാം സീറ്റ് തങ്ങൾക്ക്, മൂന്നാമതൊരു സീറ്റിനും തങ്ങൾക്ക് അർഹതയുണ്ട് മുന്നണിക്കകത്ത് എന്ന നിലയിൽ അവരുടെ ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ ശക്തമായി അവതരിപ്പിച്ച് വെക്കുക. സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നാൽ അതിലേക്ക് പോകാൻ കഴിയുമോ എന്ന് നോക്കുക. ഈ നിലയിലായിരിക്കണം ലീഗിൻ്റെ ഒരു പൊതു തന്ത്രം ഇതുമായി ബന്ധപ്പെട്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ ആ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുക എന്നതുകൂടി ലീഗ് നേതാക്കൾ കാണുന്നുണ്ട്. ഏതായാലും ആ നിലയിൽ ലീഗിനെ സംബന്ധിച്ച് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ച രാഷ്ട്രീയമായി അവർക്ക് വളരെയേറെ പ്രാധാന്യമുള്ളത് കൂടിയാണ്.